ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ സമീപത്തുള്ള ഒരു ചെറിയൊരു തെങ്ങിൻ്റെ സമീപത്താണ്. ഉദ്ദേശം മറ്റൊന്നുമില്ല, കുറച്ച് ഓല പീസുകൾ മുറിച്ചെടുക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഓല കൊണ്ടുള്ള നിരവധി സാധനങ്ങളുണ്ട്. കുട്ടികൾക്കുള്ള കളി സാധനങ്ങൾ, അതുപോലെ തന്നെ വീട്ടുപകരണമൊക്കെ ഓല കൊണ്ടുണ്ടാക്കാൻ സാധിക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓല കൊണ്ടുള്ള ഒരു പേനയാണ്, അതായത് ഓലപ്പേന. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാവും, പക്ഷെ അതൊരു സത്യമാണ്. അപ്പം എങ്ങനെ ഓല കൊണ്ട് പേനയുണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഓല കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളാദ്യം സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കണം, അതിലുള്ള പൊടിയും അതുപോലെ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് കുറച്ച് സമയം ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്യണം. അങ്ങനെ ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓല കൊണ്ട് പേനയുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ മുറിച്ചെടുത്ത ഓലയിൽ നിന്ന് നമുക്ക് ഈർക്കിൾ ഊർന്നെടുക്കണം. സാധാരണ കത്തി കൊണ്ട് ആണ് ഈർക്കിളൊക്കെ ഊർന്നെടുക്കാറ്, പക്ഷെ ഞാൻ ഇന്ന് വേറൊരു ടെക്നിക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയൊരു അരിപ്പക്കയിലെടുത്തിരിക്കുകയാണ്. ഈ അരിപ്പക്കയിൽ ധാരാളം ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഈർക്കിൾ ചെറുങ്ങനെ നമ്മളിതാക്കിയിട്ട് ഇതിലേക്ക് താഴ്ത്തി വെക്കുന്നു. എന്നിട്ട് നമ്മൾ സാവധാനത്തിൽ ഒന്നിങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓല ഈർന്നെടുക്കാൻ സാധിക്കും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ഓല നമുക്ക് ഊർന്നെടുക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. വളരെ സാവധാനം, നമ്മൾ ഒന്നും ആവുന്നില്ല. ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഓല ആദ്യം ചെയ്യേണ്ടത് സോപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കത് നോക്കാം. സോപ്പ് വെള്ളത്തിൽ ഓല ആദ്യം കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കഴുകുമ്പോൾ അതിൽ ഒട്ടി നിൽക്കുന്ന വൃത്തികേടുകൾ കളയാൻ സാധിക്കും. ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കുക. നേരത്തെ കഴുകി വെച്ച ഓല ഇനി നമ്മൾ ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. 1 ലിറ്റർ ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കണം. ഉപ്പിടുന്നത് കൊണ്ടുള്ള ഗുണം ഇതിലുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമെന്നതാണ്. ഒപ്പം ഉറുമ്പ് പോലുള്ള ജീവികൾ അടുക്കുകയുമില്ല. ഞാൻ ഈ ഓല ഉപ്പ് വെള്ളത്തിലിടാൻ പോവുകയാണ്. അതൊരു 15 മിനിറ്റ് വെള്ളത്തിൽ തന്നെ വെക്കണം. അപ്പോഴേക്കും ഓലയൊന്ന് മയപ്പെടും. മിനിറ്റിന് ശേഷം ഉപ്പുവെള്ളത്തിൽ നിന്നും ഓല പുറത്തെടുത്ത് ഉണങ്ങിയ തുണി കൊണ്ട് നല്ലപോലെ തുളക്കുക. അടുത്ത സ്റ്റെപ്പ് അയൺ ചെയ്യലാണ്. ഇങ്ങനെ അയൺ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഇതിലെ ജലാംശമൊക്കെ ഡ്രൈ ആയി നല്ലൊരു പരുവത്തിലാകുന്നു എന്നതാണ്. ഇത് പൂർണ്ണമായും അണുവിമുക്തമായി ഇരിക്കും. ഇതുപോലെ 2 ഭാഗവും അയൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് തരത്തിൽ വളച്ചാലും ഇത് കീറിപ്പോകില്ല. ഇനി നമുക്ക് പേനയുണ്ടാക്കുന്ന വിധം നോക്കാം. ഈ അയൺ ചെയ്ത ഓലയാണ് നമ്മൾ പേനയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നൈസായ ഭാഗമാണ് എടുക്കേണ്ടത്. ഓലക്ക് 2 അറ്റമുണ്ടാകും. ഇത് മടലുമായി ബന്ധമുള്ള ഭാഗവും മറ്റേത് അറ്റവും. ആദ്യമായി ഒരു കഷ്ണം സെല്ലോ ടേപ്പ് എടുത്ത് ഓലയുടെ പുറം ഭാഗത്ത് ഒട്ടിക്കണം. ഓലക്ക് 2 ഭാഗം ഉണ്ട്, പുറംഭാഗവും ഉൾഭാഗവും. പുറംഭാഗത്ത് ആണ് ഒട്ടിക്കേണ്ടത്. ഒട്ടിച്ച ഭാഗം റീഫില്ലറിന്റെ അറ്റത്ത്, അതായത് എഴുതുന്ന ഭാഗത്തിന്റെ പിൻഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് വരിയുക.
വരിഞ്ഞതിന് ശേഷം തിരിച്ചു പിടിച്ച് ഇവിടെ കുറച്ച് ഫെവിക്കോൾ ഇട്ട് കൊടുക്കണം. ഫെവിക്കോൾ ഇട്ടതിന് ശേഷം ഇവിടെ 6 പ്രാവശ്യം വരിഞ്ഞു കൊടുക്കണം. അത് ഒരു ഉറപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ ചുരുട്ടി റീഫില്ലറിന്റെ അറ്റം വരെ ചുരുട്ടി റൗണ്ടായി നല്ലപോലെ വരിക. ശേഷം അറ്റം കത്രിക കൊണ്ട് മുറിച്ച് ഇവിടെ സെല്ലോ ടാപ്പിന്റെ ഒരു കഷ്ണം ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ കുറച്ച് വലിയ ഒരു സെല്ലോ ടാപ്പ് എടുത്ത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാ ഭാഗവും ഒട്ടി നല്ലൊരു പേനയായിട്ടുണ്ടാകും. വലിഞ്ഞു പോവുകയൊന്നുമില്ല. കട്ടിയുള്ളത് കൊണ്ട് ഇവിടെ പിടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു ടോപ്പാണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചെറിയ ഓലയെടുത്ത് ഇതുപോലെ ഇവിടെ ഒരു പ്രാവശ്യം ചുരുട്ടിയെടുക്കുക. അവിടെ ചെറിയൊരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. സെല്ലോ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ തേച്ചു കൊടുക്കുക. അതിനുശേഷം സാവധാനത്തിൽ ലൂസായി വരിഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ അറ്റത്ത് 4-5 പ്രാവശ്യം വരിഞ്ഞ് പ്രസ് ചെയ്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടോപ്പും ഉണ്ടായി കഴിഞ്ഞു. ഒരു പേനയുണ്ടാക്കാൻ നമുക്ക് 2 ഓല ഫുള്ളായിട്ട് വേണ്ട. ഓലയുടെ ഒരു ഭാഗവും മറ്റേതിൻ്റെ കുറച്ച് ഭാഗവും മതി. ഇതിൽ ഫെവിക്കോൾ ഉള്ളത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒട്ടി നിൽക്കും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കട്ടിയാണ്. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. എഴുതാനും നല്ല സുഖമുണ്ട്. ഓലപ്പേന ആയതുകൊണ്ട് പ്ലാസ്റ്റിക് പേന പോലെ വലിച്ചെറിയുന്നത് കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇതുപോലെ സൈഡിൽ കളർ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കാണാൻ മനോഹരമായിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ചെയ്തു നോക്കാം. കാണുന്നതും ഉപയോഗിക്കുന്നതും തന്നെ. പിന്നെ ഇതിൽ ഇതിലൊരു റൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്. ഒരുപാട് പേനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഒരു ഓലപ്പേന ആദ്യമായിട്ടാണ് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇത് എഴുതാനും നല്ല സുഖമുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇതിപ്പോൾ പുതിയൊരു ഐഡിയ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഓല കൊണ്ടുള്ള ഒരു പേനയൊക്കെ. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് എഴുതാം. ടെക് ആൻഡ് ട്രിക്സ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടാക്കിയ ഈ ഓലപ്പേന വളരെ നന്നായിട്ടുണ്ട്. നല്ല സുഖമുണ്ട് ഇതിനെക്കൊണ്ട് എഴുതാൻ. പ്രകൃതി സൗഹൃദമായ ഒരു ഓലപ്പേനയാണിത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഓലപ്പേനയെ പറ്റിയുള്ള ചിലരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനി പേന നിങ്ങളും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനായിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മളിത് ഒരു ഇതിലെ മഷിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ റീഫില്ലർ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാം. അപ്പം റീഫില്ലർ നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഓല നമുക്ക് പുറത്തേക്ക് കളയുകയും ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന റീഫില്ലർ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ